മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഇമാം ഹുമൈദിയുടെ താരീഖുണ്ട്, അദ്ദേഹം ഒരു ചരിത്രം വിവരിക്കുന്നുണ്ട്. ഒരാൾക്ക് അസുഖം പിടിപെട്ട കഥയാണ് അവർ പറയുന്നത്. ഇന്ത്യയിൽ വന്നൊരു ഡോക്ടറെ കണ്ടുപോയത്. ഇന്ത്യയിൽ എവിടെയാ വന്നത്, കേരളത്തിലായിരുന്നോ ഡൽഹിയിലായിരുന്നോ അതൊന്നും നമുക്കറിയില്ല. ഇമാം ഹുമൈദിയോട് തന്നെ ചോദിക്കണം, അവർ മരിച്ചുപോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം തൻ്റെ താരീഖിൽ എഴുതി വെച്ചത്, ഒരസുഖം വന്ന് ശരീരമാസകലം മുറിവ് വന്ന ഒരാൾ ഒരു കച്ചവടക്കാരനായിരുന്നു. അന്ന റജുലൻ മിന തുജാർ അസ്വാബതുഹു ഖർഹത്തുൻ ഫീ ജസദി, ശരീരമാസകലം മുറിവായിരുന്നു, ഒരു മരുന്നുകൊണ്ടും മുറിവ് മാറുന്നില്ല. അങ്ങനെയാണ് ഫദുകിറ ലഹു തബീബുൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ഒരു ഡോക്ടറുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റി. അങ്ങനെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. അന്നൊക്കെ യമൻ വഴി സലാല വഴിയാണ് ഇന്ത്യയിലേക്ക് വരിക. സലാലയിൽ നിന്ന് നേരെ കപ്പൽ പിടിച്ചാൽ നമ്മുടെ കോഴിക്കോട് പയ്യോളി കടപ്പുറത്താണ് എത്തുന്നത്, അല്ലെങ്കിൽ കാലിക്കറ്റ് ബീച്ചിലേക്ക് എത്തുന്ന, കല്ലായിലേക്ക് എത്തുന്ന ആ ഒരു റൂട്ടാണ്. നേരെ അക്കരെ മുറിച്ച് കടന്നാൽ സലാലയാണ്. പഴയകാല യമനിൻ്റെ ഭാഗമാണ്, ഇപ്പോൾ ഒമാനിൻ്റെ ഭാഗമാണല്ലോ സലാല. ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. റളിയല്ലാഹു അൻഹു കപ്പൽ കയറി വന്നു ഇന്ത്യയിലേക്ക്. ആ ഒരു ഡോക്ടറെ അന്വേഷിച്ചുകൊണ്ടാണ് വന്നത്. എവിടെയാണ്, അയാളുടെ പേരെന്താ, അതൊന്നും നമുക്കറിയില്ല. ഇമാം ഹുമൈദി ഇത് ഉദ്ധരിച്ചു. അതിൻ്റെ ചില വിവരണങ്ങൾ നമുക്ക് ചില ചിന്തകൾ നൽകുന്നത് കൊണ്ട് മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടറെ കണ്ടുപിടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ, അയാൾ കട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയാൾക്ക് തന്നെ ജീവല്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളാണോ ഡോക്ടർ? അതെ. നിങ്ങൾ ചികിത്സിക്കുന്ന ആളാണോ? അതെ 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 അതെ. നിനക്കെന്താ അസുഖം എന്ന് ചോദിച്ചു. എൻ്റെ ശരീരം കണ്ടില്ല, ആകെ മുറിവാണ്, മുഖത്തും ദേഹത്തും ആകെ മുറിവുകളാണ്, ഇതെനിക്ക് ശിഫ കിട്ടണം. നിങ്ങൾ വലിയ വൈദ്യരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മരുന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചു, മരുന്നിന് നല്ല ചെലവ് വരും, നീ എന്ത് തരും? എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞു. നിന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ നേർപകുതി എനിക്ക് തരേണ്ടി വരും, പറ്റുമെന്ന് ചോദിച്ചു. ആ തരാന്ന് പറഞ്ഞു. അങ്ങനെ സമ്പത്തിന്റെ പകുതി കൊടുത്തുകൊണ്ട് ചികിത്സ തുടങ്ങി. ഏതാനും ആഴ്ചകൾ അദ്ദേഹം ചികിത്സിച്ചു. മുറിവൊക്കെ മാറി നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിലെത്തിയപ്പോഴവൻ്റെ മുഖത്തിങ്ങനെ പാടുകളുണ്ടല്ലോ, കലകളുണ്ടല്ലോ എന്ന ഒരു ടെൻഷൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ ഒരു പിമ്പിളുണ്ട്, ഇവിടെ ചെറിയൊരു കലുണ്ട്, ഇവിടെ ചെറിയൊരു കുരുണ്ട്. ഇതൊക്കെ വലിയ സംഭവമാണ് ഇപ്പോൾ. അതിന് വല്ല മരുന്നുണ്ട്, ഓൺലൈനിൽ ആമസോണിൽ അന്വേഷിക്കുക, ഏത് മരുന്നടിച്ചാൽ ഇത് മാറുക, ഏത് ഓയിൻമെൻറ്റാണ്, അത് എത്ര $1 കൊടുത്താലും കുഴപ്പമില്ല. എന്തിന്? ഈ കുരുവിൻ്റെ സ്റ്റെയിന് പോവാൻ, കുരു മാറാനല്ല, അത് പോയ അടയാളം പോവാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹത്തിന് തോന്നി അന്ന് മുതലാളിയാണ്. ഇപ്പോൾ ആ ഒരു മുറിവിൻ്റെയൊക്കെ അതിൻ്റെ സ്റ്റെയിനുകൾ ഇങ്ങനെ അതിൻ്റെ പാടുകളുണ്ട്. അപ്പം ആ പാടുകൾ ഒന്ന് മാറ്റണമല്ലോ, അതിനും ഒരു മരുന്ന് കിട്ടുന്നില്ല. അപ്പം ഇയാളെ തന്നെ പോയി കാണാം. വീണ്ടും ഇന്ത്യയിലേക്ക് അദ്ദേഹം വരികയാണ്. അപ്പം ഈ മനുഷ്യൻ അങ്ങനെ കിടക്കുന്നുണ്ട്, ജീവല്ലാത്തൊരു മെലിഞ്ഞൊരു മനുഷ്യൻ. അയാൾ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. പറഞ്ഞു, ഇതാ ഈ മുഖത്തെ പാടുകൾ മാഞ്ഞിട്ടില്ലല്ലോ, അസുഖം മാറി. അപ്പം അസുഖം മാറിയാൽ പോരെ? അല്ലല്ല, എനിക്ക് ഈ പാട്, ഇത് വലിയ ഒരു സുഖമല്ലല്ലോ, എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ അത് കാണില്ലേ, എനിക്ക് എൻ്റെ പാടുകളൊക്കെ ഒന്ന് മാറണം. ചിലവ് വരും. എന്ത് വരും? നിന്റെ സമ്പത്തിൻ്റെ മറ്റേ പകുതി ഉണ്ടല്ലോ, അതും കണ്ട് വെച്ചേരേണ്ടി വരും, തരാന്ന് പറഞ്ഞു. അതും വെച്ചു കൊടുത്തു. ഇയാൾ ഫക്കീറാണ്, ഇപ്പോൾ ഫക്കീറാണ്. ചികിത്സിച്ചു, മുഖത്തിൻ്റെ പാടൊക്കെ മാറിയിട്ടോ. അയാൾ പോകാൻ നിൽക്കുമ്പോൾ ഈ വൈദ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്ന് ചോദിച്ചു. കയ്യിലെ പൈസയൊക്കെ പോയില്ലേ? പോയി. ഈ പൈസ എന്തിനാ ചെലവഴിച്ചത്? നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി അല്ലേ? അപ്പം നിങ്ങളുടെ പണത്തേക്കാൾ വലുതാണ് നിങ്ങൾക്ക് പടച്ചോൻ തന്ന ശരീരമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. ആ, അത് ശരിയാ, നമ്മൾ പൈസ ഇല്ലല്ലോ എന്നാ പറയാം. ഇതിനും വലിയ സാധന കയ്യിലിരിക്കണത് നമ്മുടെ ശരീരം തന്നെ. 5 കോടി തരാന്ന് പറഞ്ഞാൽ മുഖത്തെ കണ്ണ് കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കോ? ഞാൻ വല്ല ചോദിക്കില്ല, കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. 5 കോടിക്കാണെങ്കിൽ കൊടുത്തേക്കാന്ന് ഉണ്ടാവോ? ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ. ഇനി ഗതി കെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല അല്ലേ? ഏതായാലും കോടികൾ വില, 5 ലക്ഷത്തിനൊന്നും എന്തായാലും കൊടുക്കൂല, ഉറപ്പാ. എന്തേ? വിലമതിക്കാനാവാത്ത സാധനങ്ങളാണ് ജന്മന പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ കാണൂല. പൈസ അല്ലല്ലോ, എൻ്റെ മൊബൈലും അതാണല്ലോ, പഴയ മോഡലാണല്ലോ, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ.
ഇത്രയാ നമ്മൾ ആലോചിക്കുന്നത്. റബ്ബേ ഖലീലും മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണെന്ന് പുണ്യ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനാണത്. എൻ്റെ ഉമ്മത്തിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറവ്. ഇല്ല ഇല്ല എന്നേ പറയുള്ളൂ, ഉള്ളത് പറയാറില്ല. വൈദ്യൻ ചോദിച്ചു, നീ എന്ത് മതക്കാരനാന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിമാണ്. മുസ്ലിമോ? അതെന്താന്ന് ചോദിച്ചു. നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കുന്നവരാണ്. അപ്പൊ വൈദ്യരെ, നിങ്ങൾ ഇത്ര നല്ല വൈദ്യം ചെയ്യുന്ന മനുഷ്യനായിട്ട് എന്തേ നിങ്ങളിങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നത്? എന്തേ നിങ്ങളിങ്ങനെ മെലിഞ്ഞു ഉണങ്ങി കിടക്കുന്നത്? നിങ്ങൾക്ക് എന്താ ആരോഗ്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞിടോ, ഞാൻ ആലോചിച്ച് കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ മനുഷ്യന്മാരെന്താണ് പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ശരീരം മിനിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത്? ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? ഈ ശരീരം ഇങ്ങനെ നോക്കാനാണോ പണം ചെലവഴിക്കേണ്ടത്? ഇതിനാണോ മനുഷ്യൻ പെടാപ്പാട് പെടേണ്ടത്? ഇതിലപ്പുറം ഒരു ലക്ഷ്യമില്ലയോ? ഇത് ഓർത്തുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ ചിന്ത കൊണ്ടാണ്. അപ്പൊ എൻ്റെ മതം എന്താ പറഞ്ഞ്? ഇസ്ലാം. എന്താ ഇസ്ലാം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ വിവരിച്ചു കൊടുത്തു. ഞാൻ മുസ്ലിം. അപ്പോൾ അറബിയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് തിരിയുന്ന അതൊരു ദ്വിഭാഷയെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇസ്ലാം ഇങ്ങനെ ഈമാൻകാര്, ഇസ്ലാംകാര്, ഈമാൻകാരൊക്കെ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകമുണ്ടെന്നും നാളെ അള്ളാഹുവിൻ്റെ വിചാരണ ഉണ്ടെന്നും. അയാളങ്ങോട്ട് എഴുന്നേറ്റിരുന്നു. ഇങ്ങനെ വിശ്വാസമുള്ള നീയാണോ മുഖത്തെ പാടിന് വേണ്ടി സമ്പത്തിന്റെ മറ്റേ പകുതി, മുറി മാറാൻ വേണ്ടി സമ്പത്തിന്റെ നേർപകുതി, ഇതും കൊടുത്തതിൻ്റെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ ഈ മണ്ണിലേക്ക് പോയി ശവമായി കിടന്ന് മണ്ണിൽ അലിഞ്ഞു പോകുന്ന ഈ ദേഹത്തിന് വേണ്ടിയാണോ നിന്റെ ഈ സമ്പത്ത് മുഴുവൻ നീ ചെലവഴിച്ചത്? നീ എന്ത് വിഡ്ഢിയാണോ? ഞാൻ ഇസ്ലാം പഠിച്ച ആളല്ല, എനിക്ക് ആ മതം അറിയില്ലായിരുന്നു. ഇങ്ങനെ പരലോക വിശ്വാസമുള്ള ഒരു മതത്തിന്റെ നീ ഇത് ചെയ്തോ? എനിക്ക് നിന്നോടുള്ള ബഹുമാനം കുറഞ്ഞു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട, നിന്റെ കാശ് മുഴുവൻ നീ കൊണ്ടുപോയിക്കോ, ചികിത്സിച്ചത് മുഴുവൻ ഫ്രീ ആണ്. കാരണം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ല. പക്ഷെ നിനക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നിന്റെ സമ്പത്ത് മുഴുവൻ ഇവിടെ വാങ്ങിവെച്ചത്. നീ എത്ര വലിയ അനുഗ്രഹം കിട്ടിയ ആളാണ്. എന്നിട്ട് നീ പരാതി പറയുകയാണോ? നിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നത് നിനക്ക് ശരീരത്തിന് വേണ്ടിയോ? നീ ദാനം ചെയ്യേണ്ട ആളല്ലേ? നിന്റെ പരലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളല്ലേ? മരണം നിന്നെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന ആളല്ലയോ? യാ അല്ലാഹ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഇന്നല്ലാഹ ലം യഖ്ലുഖിൽ ഖൽഖ ലിൽ ഫനാ. മനുഷ്യരെ അല്ലാഹു പടച്ചത് നശിച്ചു പോകാൻ വേണ്ടി പടച്ചതല്ല. ഉമ്മയുടെ ഉദരത്തിലൂടെ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നമ്മൾ ജീവിച്ചവരാണ്. ആയിരക്കണക്കിന് കൊല്ലം. നമ്മുടെ റൂഹിന്റെ ആയുസ് നമുക്ക് പറയാൻ കഴിയില്ല. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആലമുൽ അർവാഹിൽ നമ്മൾ ജീവിച്ചവരാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ഉമ്മയുടെ ഉദരത്തിലേക്ക് വന്നത്. 9 മാസം 10 മാസം അവരിൽ കിടക്കുന്ന കാലം എത്രയാണോ ദുന്യാവിന്റെ അവസാനം അല്ലാഹു നിശ്ചയിക്കുന്നത്, അതുവരെ ഖബറിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ആലമുൽ ആഖിറ, പിന്നെ അനന്തമായ ലോകം. ഇതിൻ്റെ ഇടയിൽ ഒരൽപ്പ നേരത്തേക്ക് റൂഹിനെ അല്ലാഹു മരിപ്പിക്കും. കാരണം കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്ത സർവ്വതും നശിച്ചു പോകുമെന്ന റബ്ബിന്റെ കലാം സത്യമായി പുലരാൻ വേണ്ടി അല്ലാഹു അല്ലാത്ത എല്ലാറ്റിനും ജിബ്രീൽ അലൈഹിസ്സലാമിനടക്കം അല്ലാഹു മരണം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനുഷ്യനെ പടച്ചത് അങ്ങ് നശിച്ചു പോകാനല്ല. വഇന്നമാ ഖലഖഹും ലിൽ ബഖാ. മനുഷ്യനെ പടച്ചത് എന്നെന്നും നിലനിൽക്കാൻ വേണ്ടിയാണ്. وإنما هم ينتقلون من دار الضيق إلى دار السعة. സങ്കുചിതമായ ഒരു ലോകത്ത് നിന്ന് വിശാലമായ ലോകത്തേക്കാണ് മരണത്തിലൂടെ കടന്നു പോകുന്നത്. അല്ലാഹു തആല ഗൈസറക്കിന ബദറിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു തരട്ടെ. وإنما هم ينتقل اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر. പുണ്യ നബി തങ്ങളോട്, നബിയെ ഞങ്ങൾക്ക് മഴ വേണ്ട നബിയെ, മഴ മതി, മഴ കൊണ്ട് ബുദ്ധിമുട്ടായി നബിയെ എന്ന് വെള്ളിയാഴ്ച ജുമുഅ നിർവഹിക്കുമ്പോൾ
മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. പുണ്യനബി ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, റബ്ബേ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, മദീനക്ക് ചുറ്റും ഒരു വട്ടം വരച്ചു. അല്ലാഹുവേ, മദീനക്ക് ചുറ്റും മഴയെ കൊണ്ടുപോകണമേ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് വേണ്ട, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ. മഴ ഞങ്ങൾക്ക് വേണ്ട, നിർത്തിയേക്ക് എന്നുള്ളതിനോട് പറയാൻ പാടില്ല എന്നാ. എങ്ങനെ? ചുറ്റും കൊടുത്തേക്ക് റബ്ബേ. മലകളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, മഴ ആവശ്യമുള്ളിടത്തേക്ക്. അതാണ് ഈ ദുആന്റെ പൊരുൾ. 3 തവണ നിങ്ങൾ ഉച്ചത്തിൽ ഉറക്ക ചൊല്ലൊന്നും വേണ്ട, എന്നാലും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചൊല്ലണം. അപ്പം അല്ലാഹു മഴ അങ്ങോട്ട് നീക്കിത്തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر اللهم حوالينا ولا علينا اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر اللهم عليك توكلنا لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. മരണമാണ് ആദ്യത്തെ ഉപദേശകൻ. രണ്ടാമത്തെ ഉപദേശകൻ ആരാണെന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിൻ്റെ കലാമാണ് രണ്ടാമത്തെ നമ്മുടെ ഉപദേശകൻ. ഇവിടെ നസീം ബാഖവി അവറുകൾ ഇവിടെ അങ്ങോട്ട് സംസാരിച്ചു പോവുകയുണ്ടായി. കഫാ ബിൽ ഖുർആനി വാഇളാ, ഖുർആൻ ഏറ്റവും നല്ല വഅലാണ് പറയുന്നത്. ഖുർആൻ നൽകുന്ന ഉപദേശം വളരെ വലുതാണ്. മഹാനായ ഹാറൂനുർ റഷീദ് തങ്ങളോട് അല്ലാമ ഇബ്നു സമ്മാഖ് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം അതാണ്. എളുനി ഇബ്നു സമ്മാഖെ, എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് മഹാനായ ഹാറൂൻ റഷീദ് തങ്ങൾ ചോദിച്ചപ്പോഴേ മഹാനവറുകൾ കൊടുത്ത മറുപടി കഫാ ബിൽ ഖുർആനി വാഇളാ, ഖുർആൻ അല്ലയോ ഏറ്റവും നല്ല വഅദ് പറയുന്നത്. ഒരു ദിവസം 1 പേജ് ഖുർആൻ ഓതാൻ പ്രയാസമുള്ളവർ, കണ്ണ് കാണാത്തവർ, മൊബൈലിലെങ്കിലും ഖുർആൻ ഇല്ലാത്തവർ, വീട്ടിൽ മുസാഫ് ഇല്ലാത്തവർ ഒന്ന് കൈപ്പൊക്കിയട്ടെ. ഒരു ദിവസം 1 പേജ് എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് 1 പേജ് ഫേസ്ബുക്കിനെ നോക്കാൻ പറ്റാത്ത ആളാണ്, അപ്പോൾ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ഉണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നുമില്ല. നമുക്ക് പറ്റൂലേ? 1 പേജ് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം കൊടുത്തൂടെ? ഒരു യാസീൻ ഓതാൻ ആകെ 6 മിനിറ്റേ വേണ്ടൂ. അതൊരു 4 പേജുണ്ട്. 6 മിനിറ്റ് കൊണ്ട് യാസീൻ പൂർത്തിയായിട്ട് ഓതാൻ പറ്റും. 6 മിനിറ്റേ വേണ്ടു യാസീൻ ഓത്. പഠിച്ചോനെ ഇത് എപ്പോഴാണ് തീരുന്നു ഒന്ന് സമയം നോക്കിക്കൊണ്ട് 6 മിനിറ്റേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 7 മിനിറ്റ്. ചിലർ യാസീനൊക്കെ വിളിച്ചാട് നീച്ചു പോകും, ഇതിനെ കൂടെ ചെല്ലിയാൽ തീരൂലല്ലോ. ഉലല്ലാഹൊക്കെ ആണെങ്കിൽ ഓതി തീർക്കാം. 6 മിനിറ്റ് 7 മിനിറ്റ് മാക്സിമം, അത്രേ വേണ്ടൂ. എന്തെല്ലാം സ്വറ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് 1 പേജെങ്കിലും ഒരു ദിവസം ഓതാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഖുർആൻ്റെ ആപ്പുകളുണ്ട്, മറ്റു ഖുർആൻ കേൾക്കാം, യൂട്യൂബിൽ കേൾക്കാം. ഒരുപാട് ഖുർആൻ മജീദ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അദ്നാൻ എന്ന് പറഞ്ഞ വേറൊരു ആപ്പുണ്ട്. ചെറിയ കുട്ടികൾ ഖുർആൻ ഇങ്ങനെ ചൊല്ലിപ്പഠിക്കാൻ പറ്റുന്ന അദ്നാൻ ആപ്പുണ്ട്. ചെറിയ സൂറത്തോളം അങ്ങനെ ചൊല്ലിപ്പഠിക്കുന്ന കുട്ടികൾക്ക് വെച്ചുകൊടുത്ത് അവരെങ്ങനെ ചൊല്ലിപ്പഠിച്ചോളൂ. അൽഹംദുലില്ലാ. വിശുദ്ധമായ ഖുർആൻ അതൊരു നൂറാണ്, വെളിച്ചമാണ്. ഹൃദയത്തിനുള്ളിലേക്ക് കയറുന്ന വെളിച്ചമാണത്. വലീദ് ഇബ്നു മുഗീറ പുണ്യനബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട്, നബിയെ, നിങ്ങൾക്ക് ഞങ്ങൾ സമ്പത്ത് തരാം, പെണ്ണ് തരാം, അധികാരം തരാം, നിങ്ങളുടെ ദഅവത്തൊന്ന് നിർത്തിവെക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ. അഫറഗ്ത യാ അബൽ വലീദ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ്
التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. ഭീകരമായ സംസ്കാരങ്ങളെ, അങ്ങനെ പറയാണ്, ഭീകരമായ സംസ്കാരങ്ങള്, ഭീതിതമായ കാര്യങ്ങൾ ചെയ്തിരുന്നവർ, ഇന്നത്തെ ക്രെയിനുകളോ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് മലകളെ തുരന്ന് വീടുകളുണ്ടാക്കിയവര്. ഇന്ന് സൗദിയിലെ മദായിൻ സ്വാലിഹിൽ ചെന്നാൽ, അവിടെയാണ് അൽ ഉല എന്ന് പറയുന്ന സ്ഥലം. ഇപ്പത്തെ ജോർഡാനിലെ പെട്രയിൽ ചെന്നാൽ ഇപ്പോഴും അതിൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. മലകൾ തുരന്നുണ്ടാക്കിയത്. വലീദ് ബിൻ മുഗീറയുടെ മുമ്പിൽ ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ ഫഖദ് അൻദർതുകും സ്വാഇഖതൻ മിഥല സ്വാഇഖതി ആദിൻ വസമൂദ്, ആദിന്റെയും സമൂദിന്റെയും സമുദായങ്ങളെ, ആ സമൂഹങ്ങളെ എങ്ങനെയാണ് അല്ലാഹു തുടച്ചു നീക്കിയത്, അതുപോലെ നിങ്ങളെ തുടച്ചു നീക്കുമെന്ന് ഞാൻ കരാർ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് ഖുർആൻ പറഞ്ഞപ്പോ മുഹമ്മദ് നബിയെ മതി, നിർത്തണേ നിർത്തണേ നിർത്തണേ. മാഹാദാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്കുകളല്ലല്ലോ. ഇന്ന അലാഹു ലമുസ്മിർ വഅന്ന അസ്ഫലഹു ലമുഗ്ദിഖ്, ഈ വൃക്ഷം ഭൂമിയിലേക്ക് ആണ്ട് കിടക്കുന്ന വൃക്ഷമാണ്, അതിന്റെ മുകൾ ഭാഗം പടർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇത് അത്ഭുതമാണ്. അയാൾ മുസ്ലിം ആയിരുന്നില്ല ആ സമയത്ത്, പിന്നെയും മുസ്ലിം ആയിട്ടില്ല, ഈമാനിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാൾക്കാർ നീ മതം മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ മുമ്പരാകെ പെട്ടുപോയി. അങ്ങനെ ഇല്ലല്ല ഞാൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് എത്ര മനോഹരമാണ്, എന്ത് മനോഹരം! ഖുർആന്റെ പാരായണങ്ങൾ ഇങ്ങനെ എത്ര മനോഹരമായ കാര്യങ്ങളുണ്ടെന്ന് യൂട്യൂബിലും മറ്റൊക്കെ ഓപ്പൺ ചെയ്താൽ മതി. നല്ല ഖുർആൻ, നല്ല റെസൈറ്റേഷൻ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ. എന്ത് മനോഹരം! ചെറിയ ചെറുപ്പക്കാര് കുട്ടികളുണ്ട്, നല്ല ചെറുപ്പക്കാർ. എന്ത് മനോഹരമായ ഖിറാഅത്ത്, കൊച്ചു കുട്ടികൾ ഓതുന്നത് കേൾക്കും, എന്ത് രസമാണ് അത് കേൾക്കുമ്പോൾ. ഒരു സിനിമാ പാട്ടും കേൾക്കണ്ട, പിന്നെ ഒരു മ്യൂസിക്കും വേണ്ട, ഒരു പാട്ടും പിന്നെ കേൾക്കാൻ തോന്നൂല. ഖുർആനിൻ്റെ മധുരമറിഞ്ഞ ഈ ഖുർആൻ ഓതാത്തവർക്കാണ് ഈ പാട്ടിനോട് വല്ലാത്തൊരു അഭിനിവേശം കൂടുതൽ വരിക. എന്തേ? അവർ ഖുർആൻ കേൾക്കുകയോ ഖുർആൻ ഓതുകയോ ചെയ്യാത്തവരാണ്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് പിന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് വേണം. അതാണ് ഈ പാട്ടും മ്യൂസിക്കും എന്നൊക്കെ പറയുന്നത്. ഖുർആൻ അതിന് പകരമാണ് എന്നല്ല, അതിലേറെയാണ്. ആകാശ ലോകങ്ങളിലേക്ക് പിടിക്കാനുള്ള കയറാണത്രേ വിശുദ്ധമായ ഖുർആൻ. ഖുർആന്റെ പാരായണം മുഅ്മിനേ, നമ്മൾ എത്രയോ നമ്മുടെ പാരായണങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിൻ്റെ കലാം ആദ്യത്തേതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിൻ്റെ കലാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ വിർദുകളും മറ്റു എല്ലാ സംഗതികളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കലാം നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും അത് ഓതുന്നത് മധുരമാണ്. ഖുർആൻ ഓതുന്നവർക്കത് സാക്ഷിയാണ്. സൂറത്തുൽ ബഖറയും ആല ഇംറാനും നിങ്ങൾ ഓതേണമേ. ഫഇന്നഹുമാ തഅതിയാനിക ഗയായതൈനി, രണ്ട് മഹാമേഘപടലങ്ങൾ പോലെ ഖിയാമത്തിന്റെ ചൂടിൽ സൂറത്തുൽ ബഖറയും ആല ഇംറാനും വന്ന് തണൽ വിരിച്ചു കൊടുക്കും. അത് ഓതിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടി. ഖബറിൽ കിടക്കുമ്പോൾ അദാബ് വരുമ്പോൾ ഖുർആൻ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച ആളാണിത്, എന്നെയും കൊണ്ട് നിന്ന് നിസ്കരിച്ച ആളാണിത്, അല്ലാഹുവേ തുടരുത്. ഖുർആൻ സാക്ഷിയാണ്, ഹുജ്ജത്താണ്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ വഖാല റസൂൽ. അല്ലാഹുവിൻ്റെ പ്രവാചകരെ പറയുന്ന ഒരു നേരമുണ്ട്, റബ്ബേ എൻ്റെ ആളുകൾക്ക് വായിക്കാൻ ഖുർആൻ അല്ലാത്ത എല്ലാം അവർ വായിക്കുന്നുണ്ട്, ഖുർആൻ അവർ ഓതുന്നില്ല റബ്ബേ, അവർ ഖുർആൻ ഓതിയില്ല എന്ന് പുണ്യനബി റബ്ബിനോട് പരാതി പറയുമ്പോൾ അത് നമ്മെക്കുറിച്ചായി പോകരുത്. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. റമദാൻ വരുമ്പോഴേ എടുത്തു നോക്കുന്നുള്ളൂ, അതുവരെ ഖുർആൻ ഉപേക്ഷിക്കപ്പെട്ടത്. മഹ്ജൂർ, പൊടി പിടിച്ച് കിടക്കുകയാണ്, തുറന്നു നോക്കാൻ ആളില്ല. വാട്സപ്പ് മുഴുവൻ നോക്കും, ഫേസ്ബുക്ക് മുഴുവൻ വായിക്കും, ഇൻസ്റ്റാഗ്രാമും നോക്കും, പിന്നെന്താ നോക്കാനുള്ളത്? ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇറങ്ങും. യൂട്യൂബിൽ കയറിയാൽ പിന്നെ ഇറങ്ങിപ്പോരാൻ നേരം കിട്ടുമോ? ഇങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ കലാം മറന്നു പോവല്ലേ. ഇത് നമുക്കൊരു ഉപദേശകനാണ്, ഇതൊരു ഉപദേശകനാണ്.
ഹദാരി ഹദാരി മിൻ ബതുശി വഫത്കി ഫലാ യഗ്റുറുകുമു മിന്നി ബിതിസാമു ഫഖൗലി മുൽഹികുൻ വൽ ഫിഅലു മുബ്കി. നമ്മുടെ മുമ്പിലുള്ള സംഗതികളെ ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ബിസിയാക്കുന്ന ഒരു പക്ഷേ പത്രമായിരിക്കാം. അത് ഓൺലൈൻ ഓഫ്ലൈൻ പത്രങ്ങൾ ഒക്കെ, പിന്നെ ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റഗ്രാം, നമ്മുടെ വാട്സപ്പ് സംഭവങ്ങൾ, അതുപോലെ ട്വിറ്റർ, ഇങ്ങനെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു ലോകത്ത് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ അതിൻ്റെ പിന്നാലെയാണ്. ഇത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, വാഴ്ത കേൾക്കാനും ഖുർആൻ കേൾക്കാനും നല്ലത് കാണാനും, ഇതൊന്നും കുഴപ്പമില്ലേ. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വണ്ടർഫുൾ, ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഏറിയ കൂറും തിന്മയുടെ വഴിയിൽ ഇങ്ങനെ വലിക്കാൻ വേണ്ടാന്ന് വിചാരിച്ച ഒരാൾ, ഞാൻ ഇനി ഹറാമ് നോക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളുടെ മുമ്പിലേക്ക് ഒരു പിക്ചർ വരുമ്പോഴേക്കും അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ കയറിപ്പോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ലോകം. ഈ ലോകം അതിന്റെ വായ നിറയെ വായ കൊണ്ട് പറയുന്നു, ഹദാരി ഹദാരി മിൻ ബതുശി വഫത്കി. എന്നെ പേടിച്ചോ, എന്നെ പേടിച്ചോ. നിന്റെ മൊബൈൽ ഫോണുകൾ, നിന്റെ ഗാഡ്ജറ്റുകൾ, നിന്റെ കയ്യിലുള്ള നെറ്റ്വർക്ക്, നിനക്ക് സോഷ്യൽ മീഡിയയിൽ കയറാനും നിന്റെ അക്കൗണ്ട്, ഇതൊക്കെ നിനക്ക് തോന്നുന്നുണ്ടാവാം ഇത് ആനന്ദമാണ്, ഇത് ലോകത്തിന്റെ അനിവാര്യതയാണ്, ആയിരിക്കാം ആവശ്യത്തിന്റെ തോതനുസരിച്ച്. എന്നാൽ അതിൽ കാര്യങ്ങൾ വഴിവിട്ടു പോകുമ്പോൾ മിൻ ബതുശി വഫത്കി, നിന്നെ ഞാൻ പിച്ചി ചീന്തും എന്ന് ലോകം വിളിച്ചു പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ വിളിച്ചു പറയുന്നുണ്ട്. എത്രയോ ഖുർആനോദിയിരുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഖുർആനോദാൻ സമയം കിട്ടാതെ വന്നത് നമ്മൾ ഇങ്ങനെ ബിസിയായപ്പോഴല്ലേ. അതല്ലേ ബതുശി വഫത്കി, ഞാൻ നിങ്ങളെ പിച്ച് ചീന്തും കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിച്ച്, സുന്നത്തുകൾ നിസ്കരിച്ച്, റവാത്തിബ് നിസ്കരിച്ച്, ദിക്റുകൾ ഓതി നോക്കണേ. 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് 10 ലാ ഇലാഹ ഇല്ലല്ലാഹും. എത്രയാണ് ഇതിന്റെ പ്രതിഫലം പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നഷ്ടപ്പെടുത്തല്ലേ. നിസ്കാരം കഴിഞ്ഞ് ഒരായത്തുൽ കുർസി ഓതിയാൽ, ആ ആയത്തുൽ കുർസി ഫർളിന്റെ പിന്നാലെ ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കുന്നതിനിടയിലുള്ള തടസ്സം മരണം മാത്രമാണത്രേ. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ്. ഫർള് നിസ്കാരത്തിന്റെ പിറകിൽ ഒരായത്തുൽ കുർസി ഓതുന്നത്. നമുക്ക് സമയമുണ്ടോ? എഴുന്നേറ്റ് ഓടല്ലേ? ഓടാൻ. ഓടിയിട്ട് എന്താ ചെയ്യാനുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ അവിടുന്ന് എണീറ്റ് ഓടുക. എന്തേ? മുസല്ലയിൽ ഇരിക്കാൻ ഇബ്ലീസ് വിടൂല. വെറുതെ പോയിട്ട് അവിടെ ഇരിക്കാം. പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വലിയ ഉഷാറിൽ പോകണ എമർജൻസി ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അവിടെ ഇരുന്ന് സിസർ വിളിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. വന്നതോ ലേറ്റായിട്ട് ആഖിറിൽ വരും, എണീറ്റ് പോവുകയും ചെയ്യും. എന്നിട്ട് കാര്യമായിട്ട് വന്ന് അവിടെ ഇരുന്ന് ഇമാമിൻ്റെ കൂടെ ആമീൻ പറഞ്ഞൂടെ? ചെയ്യൂല, മടിയാണ്. എന്തെന്നറിയോ? ദുനിയാവിൻ്റെ ഈ ഒരു ചുറ്റുപാടുകളിൽ നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം വിളിച്ചു പറയുന്നുണ്ടത്രേ, എന്റെ പുഞ്ചിരി കണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ചിരിയും തമാശയും ഫിലിമുകളും വീഡിയോസും ഇത് കണ്ടിട്ട് നിങ്ങൾ നന്മയെക്കുറിച്ചല്ല പറയുന്നത്, അനാവശ്യങ്ങളും തിന്മകളും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കരയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് വിശുദ്ധമായ ഈമാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ അല്ലാഹു കാത്തുരക്ഷിച്ചു തരട്ടെ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി, വിശുദ്ധമായൊരു രാവിൽ ഒളുവെടുത്ത് നബി തങ്ങൾ അവിടെ തൂക്കിയിട്ടൊരു തോൽപാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഒളുവെടുത്തു രാത്രിയുടെ നിശബ്ദമായ സമയത്ത്. എന്നിട്ട് സൂറത്ത് ആലി ഇംറാനിലെ 190 മുതൽ താഴേട്ട് വരെയുള്ള ആയത്തുകൾ ഹബീബ് ഇങ്ങനെ ഓതുകയാണ്, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب
الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു അത്രേ, ദഅവത്തിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണമെന്നും അവരിൽ ചെന്നിറങ്ങി പ്രവർത്തിക്കണമെന്നും അള്ളാഹു എനിക്കൊരു ഉത്തരവാദിത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ സമയവും ആകാശലോകങ്ങളെ നോക്കി ചിന്തിച്ചിരിക്കാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുന്ന വാക്ക്, അവിടുന്ന് ആ ഒരു രാത്രി നിശബ്ദമായ ആ ഒരു രാവിൽ ഹബീബായ നബി വുളു എടുത്തുകൊണ്ട് ഓതുകയാണ് സൂറത്തു ആല ഇമ്രാൻ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ ആയത്തുകൾ. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാനായ അതാ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചത്, ആയിഷ ബീവി ഹബീബായ നബിയോടുകൂടെ അങ്ങ് ജീവിച്ച ജീവിതകാലത്ത് അങ്ങേക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കുല്ലു അംരിഹി കാന അജബാ. എൻ്റെ ഹബീബിൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതമായിരുന്നു, എന്നാൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം. അന്നൊരു രാത്രി പുണ്യനബി എൻ്റെ റൂമിലേക്ക് വരികയും വുളുവെടുത്ത് വരികയും എന്നോട് പറഞ്ഞു, ദഈനി യാ ആയിഷ അതഅബ്ബദു ലിറബ്ബി. ആയിഷ, എന്നെ ഒന്ന് വിടണേ, ഞാൻ ഈ രാത്രി ഇബാദത്തിൽ മുഴുകുകയാണ് എന്ന് എന്നോട് പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നബിയേ, അങ്ങയെ വാരിപ്പുണർന്ന് കിടന്നുറങ്ങാൻ കൊതിക്കുന്ന അങ്ങയുടെ ഭാര്യയാണ് ഞാൻ. എന്നാൽ അങ്ങേക്ക് ഇഷ്ടം ഇബാദത്താണെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണ് നബിയെ എൻ്റെ ഇഷ്ടം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. ഇബാദത്തിന് മുൻഗണന കൊടുത്ത മഹദിയാണ്.